നീറ്റ് 2025 ഒഫീഷ്യൽ ആൻസർ കീയും OMR പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് OMR ആൻസർ കീയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ ആൻസർ ചെയ്ത സെയിം OMR കളർ ഫോട്ടോ ആയിട്ട് PDF ആയിട്ടായിരിക്കും സാധനങ്ങൾ അവൈലബിൾ ആവുന്നുണ്ടാവുക. സ്ക്രീനിൽ കാണിക്കാൻ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ OMR. ഇത് നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആൻസർ കീ ഉണ്ടാവും. ആൻസർ കീ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഏതാണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കീയാണ് തന്നിട്ടുണ്ടാവുക. അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ മാറ്റണം, ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഫോട്ടോയിലുള്ള പോലെ തന്നെ നമ്മൾ പറയുന്ന ആൻസർ ഏതാണ് എന്നുള്ളതിന് ടിക്ക് ഇട്ടിട്ട് അത് ചലഞ്ച് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻസർ കീ റിലീസ് ചെയ്യുമ്പം മൊത്തത്തിൽ നമ്മുടെ നീറ്റ് 2025 പിക്ചർ ഏകദേശം ക്ലിയർ ആവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് ഉടനെ തന്നെ വരുന്ന ആഴ്ചയിൽ തന്നെ റിസൾട്ട് വരും എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസർ കീയിലുള്ള ഒരു 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നമ്മളുടെ ഒരു മോളാർ കണ്ടക്ടൻസിന്റെ ക്വസ്റ്റൻ ആയിരുന്നു, കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റിന് 2 ഓപ്ഷനും റൈറ്റ് ആൻസർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യത്തിന് തന്നെ 2 ഉത്തരങ്ങളുണ്ട്. രണ്ടിൽ ഏതെങ്കിലും ഉത്തരം എഴുതിയ ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടുന്നതായിട്ടും മറ്റുത്തരങ്ങൾ എഴുതിയ കുട്ടിക്ക് മാർക്ക് പോകുന്നതായിട്ടുമായിരിക്കും ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു സാധനത്തിൽ. ഇനി അടുത്തത് ഒരു ഫിഗ് ഫ്രൂട്ടിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ. ഫിഗ് ഫ്രൂട്ടിന്റെ ക്വസ്റ്റിനകത്ത് അസേർഷനും റീസണും റോങ് ആയിട്ടാണ് ആൻസർ വന്നിട്ടുള്ളത്. ഇതും ഒരു ആൾക്കാരുടെ ഇടയിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ഇങ്ങനെ നിലനിന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. പെഡിഗ്രി അനാലിസിന്റെ ക്വസ്റ്റൻ എക്സ് ലിങ്ക്ഡ് റെസിസ്റ്റീവ് എന്നുള്ള രൂപത്തിൽ 1/4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ നമുക്കൊരു ഏകദേശം നമുക്ക് തീരുമാനങ്ങളാക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചലഞ്ചുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചലഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഓൾ ഇന്ത്യ വൈസ് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ട് ആ ചലഞ്ച് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ ആ മാറിയ ആൻസർ കീ പ്രകാരം എല്ലാവരുടെയും സ്കോർ റീഅറേഞ്ച് ആവുന്നുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് മാത്രം പറയുകയാണ്, ഫിഗ് ഫ്രൂട്ടിന്റെ ക്വസ്റ്റ്യനിൽ അവിടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ റോങ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ അത് ചലഞ്ച് ചെയ്തിട്ട് അതിനകത്തൊരു മാറ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ വൈസ് എല്ലാ കുട്ടികൾക്കും അത് അവൈലബിൾ ആവുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി ചലഞ്ച് ചെയ്യണം നിർബന്ധമില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടാൻ നമ്മൾ ചലഞ്ച് ചെയ്യണോ എന്നുള്ളതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ചലഞ്ച് ചെയ്താലും നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ നീറ്റ് 2025 റിസൾട്ട് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ഓരോ കുട്ടികളുടെ മാർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയുന്ന മുറയ്ക്ക് നമ്മൾ ഡോപ്പയുടെ സൈഡിൽ നിന്നുള്ള മാർക്കുകൾ ഏതൊക്കെയാണ്, നമ്മുടെ കുട്ടികൾ എത്രത്തോളമൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാം. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഇതുപോലെ തന്നെ വരുന്നതനുസരിച്ച് നമ്മളുടെ ഏകദേശം റാങ്കും കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒരു 490 മുതൽ മുകളിലേക്ക് കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ളത് നാഷണൽ വൈഡ് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയുന്നുണ്ട്. 490 പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എനിക്ക് തോന്നുന്നു അലൻ ആകാശ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 490 പറഞ്ഞിട്ടുള്ളത്. 500 പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 510 പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 520 പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഉണ്ട് നാഷണൽ വൈഡ്. ഓൾ ഇന്ത്യ കട്ട് ഓഫ് 520 വരും എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു രേഖ ഏകദേശം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി ഒരാഴ്ച കൂടി മേ ബി വെയിറ്റിംഗ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ജൂൺ 5-ാം തീയതി നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കേസിന്റെ വിസ്താരം കൂടി നടക്കാനുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ടിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ജൂൺ 10-നും ജൂൺ 14-നൊക്കെ ഇടയിൽ തന്നെ നമുക്ക് റിസൾട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അപ്പോൾ നീറ്റ് 2025 എഴുതി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ മാർക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. താഴെ നമ്മുടെ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആൻസർ കീയും നിങ്ങളുടെ OMR-ആയിട്ട് നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പോസിബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളതായിരുന്നു നോക്കാം. നമുക്കൊരു 530 മുകളിലേക്ക് മാർക്കുള്ള കുട്ടികൾ അല്ലെങ്കിൽ 520 മുകളിലേക്ക് മാർക്കുള്ള കുട്ടികൾ ഏകദേശം MBBS കിട്ടും എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ കേരളത്തിലൊരു കട്ട് ഓഫ് ഒക്കെ ഒരു 560, 550 മുകളിലേക്കായിരിക്കും. ഒരു 550 ഉള്ള ആൾക്കാർ കേരളത്തിൽ ഏത് മെഡിക്കൽ കോളേജ് എടുക്കണം എന്ന് തീരുമാനിക്കാം. 550 to 520 ഒക്കെ വരുന്ന ആൾക്കാർ ഒരു ഊഹക്കണക്കാണ്, ഒരു ഉദ്ദേശക്കണക്ക് മാത്രമാണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഈ സാധനത്തിനകത്ത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ വൈസുള്ള കോളേജുകൾ, ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏത് കോളേജാണ്, കർണാടകയിലെ ഏത് കോളേജാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടീഷനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് സെൽഫ് ഫിനാൻസിങ് ഒരു 460 വരെ അല്ലെങ്കിൽ 450 വരെയൊക്കെ സെൽഫ് ഫിനാൻസിങ് എളുപ്പത്തിൽ തന്നെ പോസിബിൾ ആവുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളുടെ ഓപ്ഷൻസ് നോക്കാം. MBBS തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ടാവും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാർക്ക് കണക്കൂട്ടുക, എന്ത് സഹായത്തിന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സംശയങ്ങളും ബാക്കി കാര്യങ്ങളും താഴെ കമന്റ് ബോക്സിലേക്ക് വന്നോട്ടെ. നിങ്ങൾക്ക് അതിനൊക്കെ മറുപടികളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. നീറ്റായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നവരും ഒന്ന് ആലോചിക്കും കൂടി ചെയ്യും. താങ്ക് യു, ബൈ ബൈ.